ദിവസം കഴിയുമ്പോൾ കുഴിയാഴ്ച, അത് കഴിഞ്ഞ് 30-ാമത്തെ ദിവസം ഒരു അടുത്ത പരിപാടി, അത് കഴിഞ്ഞ് എല്ലാ വർഷം തോറും ഇയാളുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടുത്തൊരു പരിപാടി. ഇതെല്ലാം ഒരു വരുമാനം ഉണ്ടാക്കിയതാണ്. ഒരു കുറച്ച് കൂട്ടരുടെ ബുദ്ധിയാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്തോ തരും. അപ്പം ഇവിടെ എല്ലാത്തിനും പ്രവർത്തിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ അജ്ഞതയാണ്. ഈ അജ്ഞതയെ മറച്ചു വെച്ചുകൊണ്ട് അതിനെന്ത് കൊടുത്തു? വിശ്വാസമെന്നും ദൈവമെന്നും, നീ രക്ഷപ്പെടുന്നത് സ്വർഗത്തിൽ ചെന്നാണ്. ഇതിൻ്റെ കംപ്ലീറ്റ്നെസ് വരുന്ന എവിടെയാണ്? മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരു കാരണവശാലും ജീവിക്കുമ്പോൾ വ്യക്തത കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും വ്യക്തത കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ തലമുറകൾ കടന്നുപോയപ്പോൾ വ്യക്തതയില്ലാതെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ ഒരൊറ്റ മതം കൊണ്ട് ലോകത്തുണ്ടായിട്ടുള്ളത് എന്താണ്? വൻ ദുരന്തം മാത്രമാണ്. ഒരൊറ്റ മതത്തിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മതവും മരണാനന്തരം ജീവനുണ്ട്. അപ്പം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിന് ഒരിക്കലും സത്യസന്ധത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സർവ്വവാതിലുകളും അടച്ചു കളഞ്ഞു. അതുകൊണ്ട് പരസ്പര ബന്ധം ആർക്കും ഇല്ലെന്നും, പരസ്പരമുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഈശ്വരനുമായിട്ട് ഒരു ബന്ധവും ഇല്ല ആർക്കും. അങ്ങനെ ഒരു ഭാഗമോ ഇല്ല. ഈശ്വരനെ ആരാ ഉണ്ടാക്കിയത്? മനുഷ്യൻ്റെ സങ്കല്പമാണ് ഉണ്ടാക്കിയത്. എവിടെയാണ് ഈശ്വരൻ്റെ താല്പര്യം വന്നത്? മനുഷ്യനിൽ സമാധാനമില്ലാത്തപ്പോൾ, പരസ്പരം തെളിച്ചമില്ലാത്തതുകൊണ്ട്, അവനവനിൽ തെളിച്ചമില്ലാത്തപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധപൂർവം കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ദൈവവിശ്വാസം.